ആ അസ്ഹാബിമാർ ഏതൊരു മാർഗത്തിലാണോ ഉള്ളത് അതാണ് സ്വർഗത്തിന്റെ വഴി. ആ വഴിയിലാണ് സ്വർഗമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് സഹാബിമാർ ചോദിക്കുമായിരുന്നു, നമ്മളുടെ സ്റ്റാൻഡ് എന്താണ് എന്ന്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാം നിൽക്കുന്ന ഈ വരിയുണ്ടല്ലോ, ഈ വരിയുടെ അങ്ങേ അറ്റം സ്വർഗമാണ്, അതിന്റെ ഇങ്ങേ അറ്റത്താണ് നമ്മൾ ഉള്ളത് എന്ന്. ആ വരിയിൽ സ്വർഗത്തിൽ ഒരറ്റവും മറ്റേ അറ്റം ഇപ്പുറത്തും പോകുന്ന ഒരു വഴി, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാര് ഖൈറുൽ ഖുറൂൻ അതിനുശേഷം വന്ന മാ അന അലൈഹി വ അസ്ഹാബി എന്ന ആ വിഭാഗം നമ്മളെ പഠിപ്പിച്ചു തന്നത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ന് മുസ്ലിം സമുദായം 73 നമ്മൾ എണ്ണുന്നില്ലെങ്കിലും 73 അല്ലെങ്കിൽ അതിന്റെ അടുത്തോ സംഘങ്ങളായി മാറിയിരിക്കുകയാണ്. ഒരാൾക്ക് മറ്റൊരു കൂട്ടർക്ക് സലാം ചെല്ലാൻ പറ്റില്ല. ഒരാളുടെ കണ്ണിൽ മറ്റൊരാൾ വഴിപഴച്ചവരാണ്. ഈ പുറത്തുള്ള ആളുകൾക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ പറ്റില്ല. അത്രമാത്രം അകന്നുപോയ വിഭിന്ന വിഭാഗങ്ങൾ നാം തിരിച്ചറിയണം. ഈ വിഭിന്ന വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിൽ പെട്ടുപോയാൽ രക്ഷപ്പെടുമെന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നേരെ മറിച്ച് മഹജ്ജത്തുൽ ബൈളാ, വെളുവെളുത്ത ശുഭ്രമായ ആ ഇസ്ലാമിന്റെ പാത, അത് ഏതാണ് ഓരോ കാര്യത്തിലും, ചെറിയതും വലിയതുമായ ഓരോ കാര്യത്തിലും ഏതാണ് ആ പാത എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ പറയും, ഒരു കൂട്ടർ അങ്ങനെ പറയുന്നു, ഒരു കൂട്ടർ ഇങ്ങനെ പറയുന്നു, അപ്പുറത്തുള്ളവർ അങ്ങനെ പറയുന്നു. ഞങ്ങൾ എന്തു ചെയ്യും? ഞങ്ങൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഈ ഭിന്നിപ്പിലൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ അങ്ങനെയാണ് ജീവിച്ച് മുസ്ലിമായി ജീവിച്ച് മരിച്ചു കൊള്ളാമെന്ന്. വ്യർത്ഥമായ, അന്തമില്ലാത്ത, അറിവില്ലാത്ത, ഒരുപക്ഷെ ഒരു രക്ഷപ്പെടൽ മനസ്ഥിതി, ദീനിനോട് താല്പര്യമില്ലാത്ത ഒരു രക്ഷപ്പെടൽ മനസ്ഥിതിയാണ് ഉള്ളത്. നാം 4 പേരും കൂടി ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ, ഞാൻ ഇടത്തും മറ്റൊരാൾ വലത്തും മറ്റൊരാൾ പിന്നിലേക്കും മുന്നിലേക്കും, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ 5ാമത്തെ ഒരാൾ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, എനിക്കെന്റെ വീട്ടിലെത്തേണ്ടതില്ല എന്ന് പറഞ്ഞ് നാൽക്കവലയിൽ ഇരിക്കാറില്ല. എന്റെ വീട്ടിലെത്താനുള്ള നേർവഴി എന്റെ സുഹൃത്ത് ഇടതുഭാഗത്ത് പോയവനാണോ വലത്തുഭാഗത്ത് പോയവനാണോ, അതല്ല മുന്നോട്ട് പോയവനാണോ പിന്നോട്ട് തിരിച്ചു പോയവനാണോ എന്ന് ചിന്തിക്കാൻ, എന്ന് മനസ്സിലാക്കാൻ, അത് അന്വേഷിച്ചറിയാൻ നമുക്ക് ബാധ്യതയുണ്ട്. കാരണം ഇഹലോക ജീവിതത്തിൽ നമുക്കെന്തും തിരഞ്ഞെടുക്കാം, അത് മാറ്റുകയും ചെയ്യാം. ഈ മാർക്കറ്റിൽ പോയി ഒരു ബ്രാൻഡ് വാങ്ങിയാൽ ആ ബ്രാൻഡ് എന്റെ വസ്ത്രം ശരിയല്ല എന്ന് തോന്നിയാൽ അത് നമുക്ക് അടുത്ത പ്രാവശ്യം മാറ്റി വാങ്ങാം. പക്ഷേ പരലോകത്തിലേക്ക് പോകുമ്പോൾ ഇന്ന കക്ഷിയുടെ കൂടെ അല്ലെങ്കിൽ ഇന്ന മാർഗത്തിൽ ഞാൻ പോയാൽ എത്തിയേക്കും, അല്ലെങ്കിൽ ആവട്ടെ, ഇങ്ങനെയൊക്കെ മതി എന്ന് തീരുമാനിച്ചാൽ ഒരിക്കലും പരലോകത്തിൽ നിന്ന് തിരിച്ചു വരാൻ സാധ്യമല്ല. അത് അവസാനത്തെ പോക്കാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, മരണത്തിന്റെ മുമ്പ് തെറ്റുകളും ശരികളും നമ്മൾ തിരിച്ചറിയണം. ഏത് വഴിയിലാണ്, ആരുടെ പിന്നാലെയാണ് പോകേണ്ടത് എന്നല്ല. മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറയുന്നത് ഞങ്ങളുടെ മെമ്പർഷിപ്പ് എടുക്കണമെന്നല്ല. നിങ്ങൾ മുജാഹിദായാലേ, ഈ സലഫി പ്രസ്ഥാനത്തിൽ ചേർന്നാലേ നിങ്ങൾക്ക് രക്ഷപ്പെടൂ എന്നല്ല. ഖബറിൽ വെച്ച് നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിന്റെ മെമ്പറായിരുന്നോ? അല്ല. അല്ലെങ്കിൽ കേരള നദുവത്തുൽ മുജാഹിദീന്റെ അംഗമായിരുന്നോ? അതല്ല നമ്മളോട് അള്ളാഹു ചോദിക്കുക. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിച്ചുവോ? മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സഹാബികളും ജീവിച്ച ആ മാർഗത്തിൽ ജീവിച്ചോ? അതാണ് ചോദിക്കുക. അതുകൊണ്ട് തന്നെ നല്ലതും തിര്യതുമായ, ശരിയും തെറ്റുമായ മാർഗങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അത് നമ്മുടെ പരലോക രക്ഷയ്ക്ക് ആവശ്യമാണ്. ആ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി മാത്രമാണ് ഇസ്ലാം എന്ന ആ ഒരു ആശയം റസൂലുള്ളയും സഹാബത്തും റളിയല്ലാഹു അൻഹും പഠിപ്പിച്ചു തന്ന ആ ഒരു ആശയത്തിൽ നിന്ന് മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർ എത്രമാത്രം ഗുരുതരമായി വ്യതിചലിച്ചിട്ടുണ്ട്, എത്രമാത്രം അവർ വ്യതിചലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും വ്യതിചലനത്തിന്റെ പടുകുഴിയിലേക്ക് എത്ര ദുരന്തപൂർണമായിക്കൊണ്ടാണ് ഈ സമുദായത്തിന്റെ ജീവിതം ഒരു ട്രാജഡിയായി അവസാനിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, എത്രയും വേഗം രക്ഷപ്പെടാൻ നമ്മൾ ശ്രമങ്ങൾ നടത്തണം, പഠിക്കണം. ആരുടെയും ആയുസ് ഗ്യാരണ്ടി നൽകപ്പെട്ടിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ, അതല്ലെങ്കിൽ മറ്റന്നാളെ, അത് മാത്രമേ ഉള്ളൂ. മുജാഹിദ് പ്രസ്ഥാനം
പ്രസ്ഥാനം, ഈ പരിപാടി, ഇതുപോലെയുള്ള പരിപാടികൾ, താരതമ്യ പഠനങ്ങൾ, അവർ അത് ചെയ്യുന്നു, ഇവർ ഇത് ചെയ്യുന്നു, ഇതാണ് ഇവർ കാണുന്ന മതം, അതാണ് ഇവർ പറയുന്ന മതം, യഥാർത്ഥത്തിലുള്ള മതം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറയുമ്പോൾ ഒന്നു മാത്രമേ ലക്ഷ്യമുള്ളൂ: നസീഹത്ത്, ഗുണകാംക്ഷ. മതം എന്ന് പറയുന്നത് മനുഷ്യൻ നന്നായി കിട്ടണമെന്നുള്ള ഗുണകാംക്ഷയാണ്. എന്റെ മുന്നിലിരിക്കുന്ന ഈ നൂറുകണക്കിന് മനുഷ്യന്മാർ, മഹാസമ്മേളനങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ലക്ഷക്കണക്കിന് മുജാഹിദ് പ്രവർത്തകന്മാർ, അവരാരും ജനിച്ചപ്പോൾ മുജാഹിദായി ജനിച്ചവരല്ല. നിഷേധത്തിന്റെ, അതല്ലെങ്കിൽ അന്ധവിശ്വാസത്തിന്റെ, അനാചാരത്തിന്റെ, ശിർക്കിന്റെ പടുകുഴിയിൽ കഴിഞ്ഞവരായിരുന്നു. പക്ഷേ ശരിക്കും ഒരു ഗുണകാംക്ഷയോടുകൂടിയുള്ള മതപ്രബോധനം കേട്ടപ്പോൾ ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കണമല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഈ ഇരിക്കുന്ന ആളുകൾ ഇങ്ങോട്ട് കയറി വന്നത്. ആ ഒരു ഗുണകാംക്ഷ, ജനങ്ങളിൽ ഒരാളെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നുള്ള ഒരു ഗുണകാംക്ഷക്കപ്പുറം ഞങ്ങൾക്ക് ആരെയെങ്കിലും കളിയാക്കാനോ, ആരെയെങ്കിലും ഈ ഒരു വഴികേടിലാക്കാനോ, ആരെയെങ്കിലും കാഫറുകളാക്കാനോ, മുശ്രിക്കുകളാക്കാനോ വല്ലാഹി ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല. ഈ ഒരു ഗുണകാംക്ഷയുടെ പാത സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നൂറുകണക്കിന് യാഥാസ്ഥിതിക പണ്ഡിതന്മാരിതാ ഇസ്ലാഹി പ്രസ്ഥാനത്തേക്ക് കൂട്ടം കൂട്ടമായി കയറി വന്നിരിക്കുന്നു. ഈ ഒരു ഗുണകാംക്ഷയുടെ നയം നമ്മൾ സ്വീകരിച്ചത് കൊണ്ട് ഈ മാസം ഫെബ്രുവരി, കഴിഞ്ഞ മാസം ഫെബ്രുവരി മുതൽ വരിഞ്ഞിരിക്കുന്ന ജൂൺ മാസം വരെ കേരളത്തിൽ കാസർഗോട്ട് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോട്ട് നിന്നും ആരംഭിക്കുന്ന 2 പ്രയാണങ്ങൾ, മെയ് 9 കോഴിക്കോട് വിശാലമായ കടൽപ്പുറത്ത് ഇൻഷാ അല്ലാഹ് നാം ഒത്തുകൂടുന്ന പ്രമേയം തന്നെ ജനങ്ങളോട് പറയുന്നത് ഗുണകാംക്ഷയാണ്. അദ്ദീനു അന്നസിഹ, മതം ഗുണകാംക്ഷയാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ നിങ്ങൾ കാണുമ്പോൾ പലരെയും കളിയാക്കുകയാണ് എന്ന് തോന്നും, പലരുടെയും കരള് മാന്തിയെടുക്കുകയാണ് എന്ന് തോന്നും, പലരുടെയും അഭിമാനം പിച്ചു ചീന്തുകയാണ് എന്ന് തോന്നും. ഒന്നുമല്ല. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എന്റെ നേരെ ചൊവ്വയുള്ള മാർഗം. ദിവസം 17 വട്ടം നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ സിറാത്തുൽ മുസ്തഖീം, ആമീൻ എന്ന് നമ്മൾ പറയുന്ന സിറാത്തുൽ മുസ്തഖീം, നമ്മളോടൊപ്പം മലക്കുകൾ കൂടി ആമീൻ പറയുന്ന ആ സിറാത്തുൽ മുസ്തഖീം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എന്റെ മുസ്തഖീമായ മാർഗം. ഫത്തബിഊഹു, നിങ്ങൾ ആ മാർഗം പിൻപറ്റുക. വലാ തത്തബിഉ സുബുല, ഈ മാർഗത്തിന്റെ ലേബലിൽ ഇവിടെ കണ്ടുവരുന്ന ഒരുപാട് വഴികളുണ്ട്. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് അതിന്റെ സാമ്പിളുകൾ മാത്രം നിങ്ങൾക്ക് കാണാം. ആ വിവിധങ്ങളായ വഴിതെറ്റിപ്പോയ മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, സിറാത്തുൽ മുസ്തഖീമിന്റെ മാർഗത്തിൽ നിന്ന്, സ്വർഗത്തിന്റെ മാർഗത്തിൽ നിന്ന്, പ്രവാചകന്റെ മാർഗത്തിൽ നിന്ന്, സഹാബത്തിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ ഭിന്നിച്ചു പോകും. സിറാത്തുൽ മുസ്തഖീം സ്വീകരിക്കാതിരുന്നാൽ നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി, നിങ്ങൾ കാര്യം മനസ്സിലാക്കി ജീവിക്കുവാൻ വേണ്ടി നിങ്ങളോട് വസിയത്ത് ചെയ്യുന്ന കാര്യമാണിതെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ആ സിറാത്തുൽ മുസ്തഖീം ഏതാണെന്ന്, ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വഴിതെറ്റിപ്പോയ ആശയങ്ങളും ആദർശങ്ങളും ഏതാണെന്ന് കുറച്ചു നേരത്തേക്ക് നമ്മൾ ഇവിടെ ഈ വിഷ്വൽ ഡിബേറ്റിൽ കൂടി നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു തുടക്കം മാത്രമാണ്. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ വിമർശന ബുദ്ധിയോടുകൂടി ഇവിടെ കാണുന്ന, ഇവിടെ കാണിക്കാൻ പോകുന്ന, ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയങ്ങൾ നിങ്ങൾ തീർത്തും വിമർശന ബുദ്ധിയോടുകൂടി തന്നെ നിങ്ങൾ പരിശോധിക്കുക. എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന ഈ വ്യതിയാനം ശരിയാണോ, അതല്ല അത് ഇവർ കെട്ടിയുണ്ടാക്കിയതാണോ എന്ന് നിങ്ങൾ അന്വേഷിച്ചറിയുക. അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയത്. അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ ഒരു ലക്ഷ്യം, ഈ ഒരു പറഞ്ഞ കാര്യം നിങ്ങളുടെ മനസ്സിൽ ഇത് കഴിയുവോളം ഇതിന്റെ തുടർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഗുണകാംക്ഷ. ഗുണകാംക്ഷ മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുള്ളത്. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എൻ്റെ സഹപ്രവർത്തകന്മാരെ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് നയിക്കാൻ ഞാൻ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.